സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രത്തിൽ ഇന്ത്യയെ ഒന്നടങ്കം ഉണർത്തിയ ഒരു പ്രസ്ഥാനമുണ്ടായിരുന്നു. വാളോ തോക്കോ ഉപയോഗിക്കാതെ അഹിംസയുടെയും സത്യത്തിന്റെയും ശക്തികൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച ഒരു ജനകീയ വിപ്ലവം. ആ മഹത്തായ പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. 1919 റൗലറ്റ് നിയമവും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. അതോടൊപ്പം ഖിലാഫത്ത് പ്രശ്നവും രാജ്യത്ത് അസന്തോഷം വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് മഹാത്മാഗാന്ധി ഒരു പുതിയ സമരമാർഗം മുന്നോട്ടുവച്ചത്. ബ്രിട്ടീഷുകാരെ ആയുധം കൊണ്ട് നേരിടുകയല്ല, മറിച്ച് അവരുടെ ഭരണസംവിധാനവുമായി സഹകരിക്കാതിരിക്കുക എന്നതായിരുന്നു ആ ആശയം. 1920 ആഗസ്റ്റ് 1 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഉയർത്തി. വിദ്യാർത്ഥികൾ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിച്ചു, അഭിഭാഷകർ കോടതികൾ വിട്ടു, ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ഖാദി സ്വീകരിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, സാധാരണ ജനങ്ങളിൽ നിന്ന് ദേശീയ നേതാക്കളിലേക്ക് എല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി. എന്നാൽ ഈ പ്രസ്ഥാനം എങ്ങനെ ആരംഭിച്ചു? എന്തുകൊണ്ടാണ് ഗാന്ധിജി ഈ മാർഗം തിരഞ്ഞെടുത്തത്? ആരൊക്കെയായിരുന്നു ഇതിന്റെ നേതാക്കൾ? എന്തായിരുന്നു ഇതിന്റെ നേട്ടങ്ങളും പരാജയങ്ങളും? ഒടുവിൽ എന്തുകൊണ്ടാണ് ഗാന്ധിജി തന്നെ ഈ പ്രസ്ഥാനം പിൻവലിച്ചത്? നമുക്ക് ഇന്ന് ഈ ചരിത്രം ഒരു കഥ പോലെ മനസ്സിലാക്കാം. 1919 മാർച്ച് 18 ബ്രിട്ടീഷ് സർക്കാർ ഒരു നിയമം പാസാക്കി. അതിന്റെ പേര് റൗലറ്റ് നിയമം. ഈ നിയമപ്രകാരം ഒരാളെ കുറ്റം തെളിയിക്കാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം, പത്രങ്ങളുടെ സ്വാതന്ത്ര്യവും നിയന്ത്രിക്കാം. ഈ നിയമം കേട്ടപ്പോൾ രാജ്യമെമ്പാടും പ്രതിഷേധം ഉയർന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു, ഇത് നീതിക്കെതിരായ നിയമമാണ്. ഇതിനെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കണം. പക്ഷേ അതിലും വലിയ ദുരന്തം വരാനിരിക്കുകയായിരുന്നു. 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സറിലുള്ള ജാലിയൻവാലാബാഗ് എന്ന സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. ചിലർ പ്രതിഷേധിക്കാനായിരുന്നു വന്നത്, പലരും വൈശാഖി ആഘോഷിക്കാനായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഓഫീസറായ ജനറൽ റെജിനാൾഡ് ഡെയർ തന്റെ സൈനികരുമായി അവിടെയെത്തി. മുന്നറിയിപ്പൊന്നും നൽകാതെ ജനക്കൂട്ടത്തിന് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. നിരായുധരായ സ്ത്രീകളും കുട്ടികളും വയോധികരും യുവാക്കളും രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ പുറത്തേക്കുള്ള വഴികൾ വളരെ ഇടുങ്ങിയതായിരുന്നു. പലരും മതിൽ ചാടാൻ ശ്രമിച്ചു, ചിലർ കിണറ്റിലേക്ക് ചാടി. മിനിറ്റുകൾക്കകം നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഈ സംഭവം ഇന്ത്യയുടെ മനസ്സിൽ മായാത്ത മുറിവായി. അന്ന് ഗാന്ധിജി മനസ്സിൽ ഒരു തീരുമാനം എടുത്തു. ബ്രിട്ടീഷുകാരിൽ നിന്ന് നീതി പ്രതീക്ഷിക്കുന്നത് വെറുതെയാണ്. ഇതിനിടയിൽ മറ്റൊരു പ്രശ്നവും ഉയർന്നു. 1919 ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. ഒന്നാം ലോകമഹായുദ്ധത്തിനു ശേഷം തുർക്കിയിലെ ഖലീഫയുടെ അധികാരം നഷ്ടപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഇന്ത്യൻ മുസ്ലിംകൾ സമരം തുടങ്ങി. മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും നേതൃത്വം നൽകി. ഗാന്ധിജി ഒരു വലിയ അവസരം കണ്ടു. ഹിന്ദുക്കളും മുസ്ലിംകളും ഒന്നിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ. അങ്ങനെ അദ്ദേഹം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ നൽകി. 1920 ആഗസ്റ്റ് 1 ഇന്ത്യയുടെ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം ആരംഭിച്ചു. അന്ന് മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പ്രഖ്യാപിച്ചു. അന്നേ ദിവസം ഇന്ത്യയുടെ പ്രമുഖ ദേശീയ നേതാവായ ബാൽ ഗംഗാധർ തിലക് അന്തരിച്ചു. രാജ്യം ദുഃഖത്തിലായിരുന്നെങ്കിലും സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ദിശ ലഭിച്ചു. ഗാന്ധിജി ജനങ്ങളോട് ചോദിച്ചു, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്നത് അവരുടെ ശക്തി കൊണ്ടാണോ? അല്ല, നമ്മുടെ സഹകരണം കൊണ്ടാണ്. നാം സഹകരിക്കാതിരുന്നാൽ അവരുടെ ഭരണം സ്വയം തകരും. ഇതായിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം. 1920 സെപ്റ്റംബർ കൊൽക്കത്ത പ്രത്യേക സമ്മേളനം കൂടി. ഇന്ത്യൻ ദേശീയ കോൺഗ്രസ് ഈ ആശയം ചർച്ച ചെയ്തു. നിരവധി നേതാക്കൾ പിന്തുണച്ചു. തുടർന്ന് 1920 ഡിസംബർ നാഗ്പൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് ഔദ്യോഗികമായി നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചു. കോൺഗ്രസ് ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഖാദി പ്രോത്സാഹിപ്പിക്കാനും സ്വരാജ് ലക്ഷ്യമാക്കി പ്രവർത്തിക്കാനും തീരുമാനിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിച്ചു. വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകൾ വിട്ടു. അഭിഭാഷകർ കോടതികളിൽ ഹാജരാകുന്നത് അവസാനിപ്പിച്ചു. ജനങ്ങൾ ബ്രിട്ടീഷ് ബഹുമതികൾ തിരികെ നൽകി. വിദേശ വസ്ത്രങ്ങൾ കത്തിച്ചു. പകരം ഖാദി വസ്ത്രങ്ങൾ ധരിച്ചു. ഓരോ വീട്ടിലും ചർക്ക കറങ്ങാൻ തുടങ്ങി. ഗാന്ധിജി പറഞ്ഞു, ഓരോ നൂലിഴയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. കേരളവും ഈ പ്രസ്ഥാനത്തിൽ പിന്നിലായിരുന്നില്ല. കേളപ്പൻ, മാധവൻ, കേശവ മേനോൻ, മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയ നേതാക്കൾ ജനങ്ങളെ പ്രസ്ഥാനത്തിലേക്ക് നയിച്ചു. 1921 പ്രസ്ഥാനം രാജ്യമെമ്പാടും വ്യാപിച്ചു. ലക്ഷക്കണക്കിന് ആളുകൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചു. ബ്രിട്ടീഷ് സർക്കാർ ഭയപ്പെട്ടു. ആയിരക്കണക്കിന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ സമരം തുടർന്നു. പക്ഷേ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൌരി ചൌര എന്ന ഗ്രാമത്തിൽ പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. പോലീസ് വെടിവെച്ചു. ജനക്കൂട്ടം പ്രകോപിതരായി. അവർ പോലീസ് സ്റ്റേഷൻ തീയിട്ടു. അകത്തുണ്ടായിരുന്ന 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഈ വാർത്ത ഗാന്ധിജിയെ വേദനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, അഹിംസയാണ് നമ്മുടെ ശക്തി. അക്രമത്തിലൂടെ ലഭിക്കുന്ന വിജയം യഥാർത്ഥ വിജയമല്ല. അതിനാൽ 1922 ഫെബ്രുവരി 12 മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. പല നേതാക്കളും നിരാശരായി. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ പലരും ഈ തീരുമാനം വിമർശിച്ചു.
എന്നാൽ ഗാന്ധിജി തന്റെ അഹിംസാ സിദ്ധാന്തത്തിൽ ഉറച്ചുനിന്നു. ബ്രിട്ടീഷ് സർക്കാർ ഗാന്ധിജിയെ വെറുതെ വിട്ടില്ല. 1922 മാർച്ച് 10 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. രാജദ്രോഹ കുറ്റം ചുമത്തി 6 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 1924 അദ്ദേഹം മോചിതനായി. നിസ്സഹകരണ പ്രസ്ഥാനം വിജയിച്ചോ? ഇല്ല. പക്ഷേ ഇന്ത്യയെ മാറ്റിമറിച്ചു. ഇതിനു മുമ്പ് സ്വാതന്ത്ര്യസമരം നേതാക്കളുടെ മാത്രം പ്രസ്ഥാനമായിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിനു ശേഷം കർഷകരും വിദ്യാർത്ഥികളും സ്ത്രീകളും തൊഴിലാളികളും വ്യാപാരികളും സാധാരണ ജനങ്ങളും സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായി. ബ്രിട്ടീഷുകാർ ആദ്യമായി ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി മനസ്സിലാക്കി. ഈ പ്രസ്ഥാനം പിന്നീട് നടന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം തുടങ്ങിയ സമരങ്ങൾക്ക് അടിത്തറയായി. അതിനാൽ ചരിത്രകാരന്മാർ പറയുന്നത്, നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം നൽകിയില്ല, പക്ഷേ സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തുറന്നുകൊടുത്തു.